السلام عليكم ورحمة الله. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. ബഹുമാന്യരായ പൈതൃകം മീഡിയ ശ്രോതാക്കളെ, സഹോദര സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നാം പറയുന്നതും കേൾക്കുന്നതും പ്രതിഫലം ലഭിക്കുന്ന അമലുകളിൽ ഉൾപ്പെടുത്തട്ടെ, ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ചരിത്ര നാൾവഴികളിൽ നിന്നുള്ള നമ്മുടെ പ്രഭാഷണം അതിൻ്റെ 28ാമത്തെ ദിവസമാണ് ഇന്ന് അല്പസമയം വൈകി. ഇന്നലെ നമുക്ക് മറ്റു പരിപാടികൾ കാരണം മുടങ്ങുകയും ചെയ്തു. ഏതായാലും ഈ പ്രോഗ്രാം മുടങ്ങാതിരിക്കാൻ വേണ്ടി അല്പ കാര്യം മാത്രം ഇന്ന് സംസാരിക്കുന്നുള്ളൂ. 1947 മാർച്ച് 15, 16, 17 തീയതികളിൽ മീഞ്ചന്തയിൽ വെച്ച് നടന്ന സമ്മേളനത്തോടനുബന്ധമായി കേരള ജമിയത്തുൽ ഉലമയ്ക്ക് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ 17ാം വാർഷിക സമ്മേളന സംഘാടക സമിതി ഒരു കത്തയച്ചിരുന്നു എന്നും ആ കത്ത് സമ്മേളനത്തിൻ്റെ നേരെ പിറ്റേന്ന് വഹാബികളും സുന്നികളും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ പറഞ്ഞു തീർക്കുന്നതിന് വേണ്ടി ഒരു വാദപ്രതിവാദം നടത്താം, അത് എല്ലാ സുരക്ഷയും ഞങ്ങൾ നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു. നമ്മൾ അഡ്രസ്സില്ലാതെ രണ്ടാൾ എവിടെയെങ്കിലും സംസാരിച്ചത് ഒരു തീരുമാനമാവുകയില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ തമ്മിൽ ഭിന്നിക്കാതിരിക്കാൻ ഒരു തീരുമാനത്തിലെത്തുന്നതിന് വേണ്ടി നിങ്ങളിൽ നിന്ന് പറ്റിയ ആളുകളെ പാനൽ നിങ്ങൾ തരിക. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഉയർന്ന പണ്ഡിതന്മാർ അത് റെഡിയായിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് സൗകര്യമാണെങ്കിൽ നമ്മുടെ 15, 16, 17 സമ്മേളനം കഴിഞ്ഞ് തൊട്ട് പിറ്റേന്ന് നമുക്ക് ഇതിനു വേണ്ടി ഒരു മജ്‌ലിസ് ഒരുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്ത കത്തിന് തീർത്തും നിരുത്തരവാദപരമായി അവർ മറുപടി കൊടുത്തു എന്ന് പറഞ്ഞാൽ അവർ വാദപ്രതിവാദം തയ്യാറായില്ല. അപ്പോൾ സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പൊതുസമ്മേളനത്തിൽ സമസ്തയുടെ നിലപാട് പ്രഖ്യാപിക്കുകയും ഇവർക്ക് വീണ്ടും ഒരു കത്ത് കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചു. ആ കത്തിൽ അവർ പറയുന്ന വിഷയങ്ങൾ അഥവാ അവരുടെ പ്രസംഗങ്ങൾ, അതുപോലെ അവരുടെ പ്രസിദ്ധീകരണങ്ങൾ, അതിൽ നിന്ന് സമസ്ത കേരള ജമിയത്തുൽ ഉലമയ്ക്ക് മനസ്സിലായ സംഗതികൾ ഇന്നതാണ്, നിങ്ങളത് നിഷേധിക്കുന്നുണ്ടോ, അതല്ല അത് നിങ്ങൾ ഉറച്ചു നിൽക്കുന്നുണ്ടോ, ഉറച്ചു നിൽക്കുകയാണെങ്കിൽ എന്താണ് അതിൻ്റെ തെളിവ് എന്ന് ചോദിച്ചുകൊണ്ട് രണ്ടാമതൊരു കത്ത് സമ്മേളനത്തിന് ശേഷം സമസ്ത കേരള ജമിയത്തുൽ ഉലമ കൊടുക്കുകയുണ്ടായി. ആ കത്ത് നമുക്കൊന്ന് വായിക്കാം. ഇതെന്തിനാണ് വായിക്കുന്നതെന്ന് ചോദിച്ചാൽ, ആ കാലഘട്ടത്തിൽ തന്നെ ഈ പുത്തൻ പ്രസ്ഥാനക്കാർക്ക് എത്ര ഗുരുതരമായ വിശ്വാസ പിഴവുകൾ സംഭവിച്ചിട്ടുണ്ട് അവർക്ക് എന്ന് നമുക്ക് ബോധ്യമാകുന്നതിന് വേണ്ടിയാണ്. ഇന്ന് മാത്രമല്ല മുജാഹിദീങ്ങൾക്ക് പുത്തൻ വാദമുള്ളത്, അന്നേ അവർ ഗുരുതരമായ പുത്തൻ വാദങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. അവരുടെ പ്രസംഗങ്ങളിൽ നിന്നും പ്രസിദ്ധീകരണങ്ങളിൽ നിന്നും വ്യക്തമായ കാര്യങ്ങൾ ഇന്നതാണ്, അത് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ അതിന് തെളിവ് നിങ്ങൾ നൽകണം എന്ന് പറഞ്ഞുകൊണ്ടാണ് സമസ്ത രണ്ടാമത് കത്തയച്ചത്. ആ കത്തിലെ ഭാഗം നമുക്ക് വായിക്കാം. കേരള ജമിയത്തുൽ ഉലമാക്ക് സമസ്ത അയച്ച രണ്ടാമത്തെ കത്ത് അത് ഇപ്രകാരമാണ്. അതിലുള്ള കണ്ടന്റുകൾ ഇപ്രകാരമാണ്. 1. മുസ്ലിങ്ങളല്ലാത്തവർ ചെയ്യുന്ന നല്ല കാര്യങ്ങൾക്ക് പരലോകത്ത് വെച്ച് ഗുണം ലഭിക്കും. നമ്മുടെ വിശ്വാസം എന്താണ്? ആഖിറത്തിലും പരലോക ജീവിതത്തിലും വിശ്വാസമില്ലാത്ത, അള്ളാഹുവിൽ വിശ്വാസമില്ലാത്ത അഥവാ മുഅ്മിനീങ്ങളല്ലാത്ത ആളുകൾ ഒരുപാട് പുണ്യങ്ങൾ ദുനിയാവിൽ ചെയ്യുന്നുണ്ട്. അതിനവർക്ക് ദുന്യാവിൽ തന്നെ പ്രതിഫലം ലഭിക്കും, ആഖിറത്തിലുണ്ടാവൂല. ഇതാണ് നമ്മളെ വിശ്വാസം. എന്നാൽ അന്നത്തെ പുത്തൻ പ്രസ്ഥാനക്കാരുടെ വിശ്വാസം എന്താണ്? നന്മ ആര് ചെയ്താലും അവർക്ക് ആഖിറത്തിൽ പുരോഗതി ഉണ്ട്. അതിന് ഹിന്ദു അല്ലെങ്കിൽ അല്ലാത്തവർ, ക്രിസ്ത്യാനി അല്ലാത്തവർ, മുസ്ലിങ്ങളല്ലാത്തവർ എന്ന യാതൊരു വിവേചനവുമില്ല എന്നാണ് ഇവരുടെ വാദം. ആ വാദം തീർത്തും തെറ്റാണ്. അല്ല, നിങ്ങളുടെ വാദം ശരിയാണെങ്കിൽ അതിന് ഖുർആനോ ഹദീസോ അല്ലെങ്കിൽ പ്രമാണങ്ങളായ ഇജ്മായോ ഖിയാസോ വഴി നിങ്ങളത് തെളിയിക്കണം. ഇത്ര മാന്യമായ ഒരു നിർദ്ദേശമാണ് സമസ്ത രണ്ടാമത്തെ കത്തിൽ വെക്കുന്നത്. 2. ഇഖ്തിയാരിയായ കാര്യങ്ങൾ സൃഷ്ടികൾ തന്നെയാണ് ഉണ്ടാകുന്നത്. ഇപ്പോൾ നമ്മൾ നോക്കൂ,
ഇപ്പം ഞാൻ ഈ പ്രസംഗിക്കുന്നത് ഇതിപ്പോൾ ഒരു സംഘടന എന്നെ ചുമതലപ്പെടുത്തിയതോ അല്ലെങ്കിൽ എൻ്റെ കുടുംബം ചുമതലപ്പെടുത്തിയതോ ഞാൻ ഇഖ്തിയാരിയായിട്ട് എനിക്ക് തോന്നി ഇങ്ങനെ പ്രസംഗിക്കണം. പക്ഷേ ഇങ്ങനെ എനിക്ക് തോന്നിയത് ആ തോന്നൽ ഉണ്ടാക്കി തന്നത് അള്ളാഹുവാണ്. എന്നിട്ട് ആ അള്ളാഹുവാണ് എന്നോട് ഇപ്പം പ്രസംഗിപ്പിക്കുന്നത്. ഓരോ ഹറഫിന് ശേഷം മറ്റൊരു ഹറഫ് ഈ നിനക്കിത് കോർത്തിണക്കി എന്നോട് സംസാരിപ്പിക്കുന്ന അള്ളയാണ് എന്നാണ് നമ്മളെ വിശ്വാസം. എന്നാൽ വഹാബികളുടെ വിശ്വാസം എന്താണ്? ഇഖ്തിയാരിയായ ഓരോരുത്തർ ചെയ്യുന്ന കാര്യങ്ങൾ അതിന് അള്ളാഹിൻ്റെ സേവയൊന്നുമില്ല, അത് അവൻ തന്നെ സ്വയം കഴിവുകൊണ്ട് ചെയ്യുകയാണ്. എത്ര ഗുരുതരമായ ഒരു വാദമാണ് അവർക്കുള്ളത്. 3, അള്ളാഹു അരിശിന്മേലിരിക്കുന്നു. അള്ളാഹു താല കുത്തിരിക്കുകയാണ് അരിശിന്മേൽ. അപ്പോൾ നിങ്ങൾ നോക്കാൻ തീർത്തും ഈ ഇരിക്കുക, എഴുന്നേൽക്കുക, നടക്കുക, നിൽക്കുക, തിന്നുക, കുടിക്കുക, ഇതൊക്കെ സൃഷ്ടികളുടെ സിഫത്തുകളാണ്. ആ സിഫത്തുകളൊക്കെ അള്ളാഹ്ക്ക് എതിരാകണം. അള്ളാഹു ആ സിഫത്തുകളൊന്നും ഉള്ള ആളാകാൻ പാടില്ല. ഇതാണ് നമ്മുടെ വിശ്വാസം. പക്ഷെ ഇവരുടെ വിശ്വാസം അങ്ങനെയല്ല. അള്ളാഹു ഇരിക്കുകയാണ് അർശിന്മേൽ. അപ്പം അർശ് ഉണ്ടാകുന്നതിന് മുമ്പ് എവിടെയായിരുന്നു അവ ഇരുന്നത്? അതിനൊന്നും മറുപടി ഇല്ല. അർശിന്മേൽ ഇരിക്കുകയായിരുന്നപ്പോൾ മുജാഹിദിൻ്റെ വാദം അത് നിങ്ങൾ ആ വാദം നിങ്ങൾ തെളിയിക്കണമെന്നാണ് സമത്വം അറിയുന്നത്. പക്ഷെ അതിനവർ തയ്യാറാണില്ല. 4, അള്ളാഹു രാത്രി 1-ാം ആകാശത്തേക്ക് ഇറങ്ങി വരും. അവരുടെ വിശ്വാസമാണ് അള്ളാഹു 1-ാം ആകാശത്തേക്ക് ഇറങ്ങി. അപ്പം ഇറങ്ങുക, കയറുക, ഇതൊക്കെ മനുഷ്യ സൃഷ്ടികളുടെ സിഫത്താണ്. ഇതൊന്നും അള്ളാഹ്ക്കില്ല. അള്ളാഹു തീർത്തും എന്താണ്? മനുഷ്യർ ഈ എല്ലാ ജരാചരങ്ങൾക്കും അള്ളാഹു എതിരായിരിക്കും. എന്താണ് അള്ളാഹു എന്ന് പറഞ്ഞാൽ തന്നെ? അള്ളാഹു എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? ഒന്നിനോടും സാദൃശ്യമാകാത്ത ഒരു ദാത്തിനാണ് നമ്മൾ അള്ളാഹ് എന്ന് പറയുന്നത്. ഇവർ പറയുന്നത് അങ്ങനെയല്ല. മനുഷ്യ ഗുണങ്ങളൊക്കെ അള്ളാഹ്ക്ക് ഉണ്ടാവും. ഇരിക്കുക, കയറുക, ഉറങ്ങുക. എന്നവർ പറഞ്ഞാൽ കേട്ടിയില്ല. ഇതന്നെ കയറുക, ഇരിക്കുക, ഇറങ്ങി വരിക, ഇറങ്ങി വന്നാൽ തിരിച്ചു പോകണ്ടേ, തിരിച്ചു പോവുക, ഇങ്ങനെയൊക്കെ അള്ളാഹ്ക്കുണ്ട് എന്നിവർ വാദിക്കുന്നു. എന്താണ് അതിന് തെളിവെന്നാണ് സമസ്ത ചോദിക്കുന്നത്. അതുപോലെ അള്ളാഹു രാത്രി 1-ാം ആകാശത്തേക്ക് ഇറങ്ങി വരും. അള്ളാഹുവിൻ്റെ മുഖം, കൈ, കാൽ തുടങ്ങിയ അവയവങ്ങളുണ്ട്. അതായത് മനുഷ്യരുടെ അവയവങ്ങളെ പോലെയൊക്കെ അള്ളാഹ്ക്കുണ്ട്. പിന്നെ എങ്ങനെയാ മനുഷ്യർക്ക് അള്ളാഹ് എതിരെയാണ്ട്? മുഖാലഫത്തിന് പിന്നെ അള്ളാഹു താല എല്ലാത്തിനും മുഖാലഫാണ്ട്. അപ്പോഴല്ലേ അത് ആ മുഖാലഫായ ശക്തിക്കാണ് അള്ളാഹ് എന്ന് പറയുന്നത്. ഇവർ പറയുന്നത് അങ്ങനെയല്ല. മനുഷ്യരുടെ എല്ലാ മനുഷ്യരെ പോലെ കൈ, മനുഷ്യരെ പോലെ മുഖം, അങ്ങനെ എല്ലാ മനുഷ്യരെ പോലെ കൈകാലികൾ, ഇതൊക്കെ ഉള്ള ഒരു വ്യക്തി, ഒരു ശക്തിക്കാണ് അള്ളാഹ് എന്ന് പറയുന്നത് ഇവർ പറയുന്നത്. നമ്മൾ പറയുന്നത് അങ്ങനെയല്ല. മനുഷ്യരുടെ ഒരു ഉദാഹരണവുമായി അള്ളാഹുവിന് ഒക്കുകയില്ല. അള്ളാഹു തീർത്തും വേറെ തന്നെയാണ്. എല്ലാം അല്ലാത്ത ഒന്നാണ് അള്ളാഹ്. കാരണം എന്തുകൊണ്ട്? അള്ളാഹു പിന്നെ ഒരു സൃഷ്ടികളോട് അനുകൂലമായ പിന്നെ അതിനെന്താ വ്യത്യാസമുണ്ട്? ഇപ്പം നമ്മുടെ വിശ്വാസം ഇവരുടെ വിശ്വാസമല്ല. അപ്പം നിങ്ങളെ വിശ്വാസം ശരിയാണെങ്കിൽ തെളിവ് വേണമെന്ന സമത്വ കത്തിൽ അപേക്ഷിച്ച്. അതുപോലെ അള്ളാഹുവിൻ്റെ 6ാമത്തെ കുറ്റാരോപണം നടത്തുക. ആരോപണമല്ല, യാഥാർത്ഥ്യം. ഇവരിലുള്ള യാഥാർത്ഥ്യം. 6, അള്ളാഹുവിൻ്റെ കലാമിന് അക്ഷരവും ശബ്ദവുമുണ്ട്. അള്ളാഹുവിൻ്റെ കലാമ് നമ്മളെ കലാമ് പോലെ തന്നെ അത് പിന്നെ അതിന് അക്ഷരമുണ്ട്, അതുപോലെ തന്നെ അതിന് ശബ്ദമുണ്ട്. നമ്മുടെ വിശ്വാസം അങ്ങനെയല്ല. 7, നരകത്തിൽ ആരെയും എന്നേക്കും ശിക്ഷിക്കുകയില്ല. നബിയുടെ മെഹറാജ് ജഡത്തോടു കൂടിയല്ല. അപ്പോൾ നിങ്ങൾ നോക്കൂ, ഇപ്പം ഇവരെ വാദം എന്താണ്? അള്ളാഹു താല തെറ്റ് ചെയ്ത ആളുകളെ ശിക്ഷയുടെ കാലാവധി കഴിഞ്ഞാൽ നേരെ സ്വർഗത്തിൽ കാക്കുന്നു. നമ്മളെ വിശ്വാസം അങ്ങനെ തന്നെയാണ്. ആരെ? മൂമിനീങ്ങൾ ചെയ്തു പോയ തെറ്റിൻ്റെ പേരിൽ അവരെ ശിക്ഷയുടെ കാലാവധി കഴിഞ്ഞാൽ അവന് തിരിച്ചു വരാം. അള്ളാഹു നിശ്ചയിക്ക് ശിക്ഷ അത്ര നരകം, പിന്നെ കഴിഞ്ഞാൽ അവന് സ്വർഗത്തിലേക്ക് വരാം. അതേ സമയത്ത് മൂമിനീങ്ങളല്ലാത്ത ആൾക്കാരോ അവർ നരകത്തിൽ ശാശ്വതരാണ് എന്നാണ് മുസ്ലിം ലോകത്തിൻ്റെ വിശ്വാസം. ഇവരുടെ വിശ്വാസം അതിനെതിരാണ്. അപ്പം നിങ്ങൾ ആ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ അതിന് തെളിവ് വേണമെന്നാണ് സമസ്ത ഇവരോട് ആവശ്യപ്പെട്ടത്. ഖുർആൻ്റെ ബാഹ്യാർത്ഥത്തിന് എതിരായി കാണുന്ന മുഴുവൻ ഹദീസുകളും കളവാണ്. ഖുർആൻ്റെ ബാഹ്യാർത്ഥം എങ്ങനെ ഇവർക്ക് മനസ്സിലായി? ഖുർആൻ അങ്ങനെ അറബി ഭാഷ വെച്ച് അർത്ഥം വെക്കാനേ കഴിയില്ലല്ലോ. അതിൻ്റെ നുസൂൽ സബബ് മനസ്സിലാക്കണം. ആ ആയത്ത് ഇറങ്ങിയ ശേഷം നബിതങ്ങൾ എങ്ങനെ ജീവിച്ചു എന്ന് മനസ്സിലാക്കണം. ഇങ്ങനെയൊക്കെയാണ് ഖുർആൻ അർത്ഥം വെക്കുക. അല്ലാതെ ഡിക്ഷണറി നോക്കിക്കൊണ്ട് ഖുർആൻ അർത്ഥം വെക്കാൻ കഴിയൂല. ഇവരെ വാദം എന്താണ്? ഖുർആന്റെ ബാഹ്യാർത്ഥത്തിന് എതിരായി കാണുന്ന മുഴുവൻ ഹദീസുകളും കളവാണ്. അതാണ് അബ്ദുസ്സലാം സുല്ലമിയൊക്കെ പറഞ്ഞത്. ബുഖാരി
ഇമാം ബുഖാരിയുടെ സഹീൽ തന്നെ എത്ര 60 ചില്ലാന ഹദീസ് ദഈഫ എന്നാണ് ആ ഇമാം പറഞ്ഞിരുന്നത്. ഇത് പണ്ട് ഇവർക്ക് വാദമുണ്ട്. അതുകൊണ്ടാണ് സമസ്ത ഇവരോട് ചോദിക്കേണ്ടത്, നിങ്ങളതിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ അതിന് തെളിവെന്താണ്, അത് ഹാജരാക്കണം. അതുപോലെ ഖുർആനിനും ഹദീസിനും എതിരായി കാണുന്ന ഇജ്മായ് സ്വീകാര്യമല്ല. അതിന് ഖുർആനിനും ഹദീസിനും ഇജ്മായ് എതിരാവില്ലല്ലോ. എന്താ ഇവർ ഈ പറയുന്നത്? ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നുമാണ് ഇജ്മായ് വരുന്നത് തന്നെ, അല്ലെങ്കിൽ സ്വന്തം അഭിപ്രായമാവില്ലേ? അപ്പോൾ വെറുതെ എന്തെങ്കിലും പറയാം. അപ്പോൾ ആ പറയണയിൽ വന്ന് ഉറച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ തെളിവ് നിങ്ങൾ ഹാജരാക്കണം എന്നാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഇവർക്ക് കത്തിലൂടെ ആവശ്യപ്പെട്ട്. മരിച്ചവർ കേൾക്കുകയോ വല്ല വിധേനയും എന്തെങ്കിലും അറിയുകയോ ഇല്ല, അവരെ കൊണ്ട് ഈ ലോകത്തുള്ളവർക്ക് ഒരു ഉപകാരവുമില്ല. ഇതാണ് അന്നത്തെ ഇവരുടെ വാദം. ആ വാദം ഇന്ന് അവർക്കുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ, നിങ്ങൾ ഖബർ സിയാറത്ത് ചെയ്യുമ്പോൾ നിങ്ങളെ കാലിൻ്റെ അടിയിൽപ്പെട്ട ഉണങ്ങിയ പുല്ലില്ലേ, ആ പുല്ല് ഞെരിഞ്ഞമരുന്ന ശബ്ദം പോലും ഖബറാളികൾ കേൾക്കുന്ന. മാത്രമല്ല മരിച്ചവർ ജീവിച്ചിരിക്കുന്നവർക്ക് ഉപകാരം ചെയ്യൂല എന്നാണല്ലോ ഈ വഹാബി അയവാമാരുടെ വിശ്വാസം. അങ്ങനെയാണെങ്കിൽ ഇവരെ 50 വഖത്ത് നിസ്കരിക്കണ്ടേ? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം 50 വഖത്ത് നിസ്കാരമായിട്ടാണ് വന്നത്. ജഡത്തോടു കൂടെയാണ് പോയത്. ഇവർ പറഞ്ഞ ജഡത്തോടു കൂടെയല്ല എന്നാ, സ്ക്രീനിൽ കണ്ടതാണ് അവർ പറയുന്നത്. എത്ര കുറ്റകരമായ ആരോപണമല്ലേ! സ്ക്രീനാണ്, ജഡം പോയിട്ടില്ല. അതേ സമയത്ത് നബി തങ്ങൾ രാത്രി മക്കത്ത് കണ്ടവരുണ്ട്. അവർ തന്നെ റസൂലുള്ളാഹിനെ മക്കത്ത് പുലർച്ചെ കണ്ടിട്ടുണ്ട്. ആ റസൂലാണ് പറഞ്ഞത്, ഞാൻ ഇന്നലെ അവിടെയെല്ലാം പോയി അള്ളാഹിനെ കണ്ടു എന്നൊക്കെ പറയുന്നത്. അത് ഇവർക്ക് വിശ്വാസമായില്ല. അതേ സമയത്ത് സിദ്ദീഖുൽ അക്ബറിന് വിശ്വാസമായില്ല. എന്തുകൊണ്ട് ഇവർക്ക് വിശ്വാസമാകാഞ്ഞത്? ഇവർക്ക് വിശ്വാസമാകുന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവരെ പോലത്തെ ഒരു സാധാരണ മനുഷ്യനാണെന്നാണ് ഇവരെ വിശ്വാസം. ആ വിശ്വാസമാണ് അബൂജഹലിൻ്റെ വിശ്വാസം. അതുകൊണ്ട് അന്ന് തന്നെ അബൂജഹലിനെ അംഗീകരിച്ചില്ല, ഇപ്പം ഇവരും അംഗീകരിക്കണില്ല. അതുപോലെ തന്നെ നോക്കൂ, മരിച്ചതിന് ശേഷം ഒരാൾക്കും ഇവർ ഉപകാരം ചെയ്യൂല. അങ്ങനെയാണെങ്കിൽ ഇവർ 50 വഖത്ത് നിസ്കരിക്കണ്ടേ? 50 വഖത്തുമായിട്ടാണോ റസൂലുള്ള പോകുന്നത്? സന്തോഷപൂർവ്വം പോകുന്നത്, അല്ലാതെ എന്തെങ്കിലും ഒരു മടിയോട് കൂടിയല്ല. എനിക്ക് 50 വഖത്ത് കിട്ടിയോലോ എന്ന് കൂച്ചം കൊണ്ടാണ് പോകുന്നത്. പക്ഷേ വർഷങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടു പോയ മൂസാ നബി അലൈഹി ഇസ്ലാമിനെ വഴിയിൽ വെച്ച് കണ്ടു, ആകാശത്ത് വെച്ച്. മൂസാ നബിയാണ്, നിങ്ങളെ ഉമ്മത്തിയൊക്കെ അത് കഴിയൂല, അള്ളാഹിനോട് പോയി ഇപ്പോൾ കുറച്ച് തരാൻ പറഞ്ഞാടി എന്ന് പറഞ്ഞാൽ 9 വട്ടം മടക്കി അയച്ചു. ഓരോ പ്രാവശ്യത്തെ മടക്കത്തിൽ 5 വഖത്ത് വീതം കുറച്ചു കൊടുത്തു. അങ്ങനെയാണ് 9ാമത്തെ വട്ടത്തിൽ 5 വഖത്തുമായി പോകുന്നത്. അപ്പം മരിച്ചവർ ജീവിച്ചിരിക്കുന്നവർക്ക് സഹായിക്കൂലെങ്കിൽ ഇവർ 50 വഖത്ത് നിസ്കരിക്കണ്ടേ? അതിന് വാക്കും പ്രവൃത്തി ഒന്നല്ലല്ലോ. ഏതായാലും സമസ്ത ഇവരെ കത്തിൽ അപേക്ഷിച്ചത് എന്താണ്? നിങ്ങളതിന് ഉറച്ചു നിൽക്കുകയാണെങ്കിൽ അതിന് തെളിവ് തരണം. മരിച്ചതിന് ശേഷം തെർക്കീൻ ചൊല്ലിക്കൊടുക്കുക, ജുമാ ഖുതുബക്ക് മുമ്പ് മഅ്ശറ വിളിക്കുക, ഇമാം നിസ്കാര ശേഷം ദിക്റിനും ദുആക്കും വേണ്ടി മുസല്ലയിൽ ഇരിക്കുക എന്നിവ ഉപേക്ഷിക്കേണ്ടതാണ്. തെർക്കീൻ പാടില്ല. പിന്നെയോ ജുമാ ഖുതുബ അറബിയിലായിരിക്കണം, അതുപോലെ ജുമാ ഖുതുബ മലയാളത്തിലായിരിക്കണം. അതുപോലെ ജുമാ ഖുതുബന് മുമ്പ് ഒരു മഅ്ശറ വിളി അത് പാടില്ല. ഇമാം നിസ്കരിച്ച ശേഷം ദ്വാരക്കാൻ വേണ്ടിയിട്ട് അവിടെ ഇരിക്കാൻ പാടില്ല. അവർ നിന്നുകാണ്ട് ദ്വാരക്കണം എന്നായിരിക്കും ഇവർ പറയുന്നത്. സഹാബത്ത് ഒരിക്കൽ സലാം വീട്ടിയ ഉടനെ പതിവ് പോലെ ദ്വാരക്കാനിരിക്കാതെ ഒറ്റ പോക്ക് കൊണ്ടു സഹാബാക്കളെ പെരണ്ട് മറികടന്ന് കണ്ടു. സഹാബാക്കൾക്ക് ഭയങ്കര ബേജാറായി. സാധാരണ നബിതങ്ങൾ വഹാബികളെ മാറി കുരച്ചിക്കാണ്ട് കാറി കുരച്ച് തുപ്പാൻ വേണ്ടി പോകുന്ന മാതിരി പോയക്കായിരുന്നെങ്കിൽ സഹാബാക്കൾ അത്ഭുതപ്പെടില്ലായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ സഹാബാക്കൾ ആരും പോയില്ലല്ലോ. നബിതങ്ങൾ തിരിച്ചു വന്നു, അതേ സ്പോട്ടിൽ ഇരുന്നിട്ട് പറഞ്ഞു, നിങ്ങളൊക്കെ എന്താ അങ്ങനെ അജബായിട്ട് ഇരിക്കുന്നു? എനിക്ക് സദക്ക കൊടുക്കേണ്ട ഒരു ഇത്തിരി സാധനം എൻ്റെ വരിയിലുണ്ടായിന്, അത് സലാം വീട്ടിയപ്പോൾ എനിക്ക് ഓർമ്മയായി. പിന്നെ അതവിടെ വെച്ച് കൊടുക്കാൻ പാടില്ല. അപ്പോൾ പിന്നെ അത് അർഹർക്ക് കൊടുക്കാൻ വേണ്ടി ഏൽപ്പിച്ചുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് ദ്വാരക്കാൻ വന്നത് റസൂലുള്ള പറഞ്ഞില്ലേ. അപ്പോൾ ഇവർ പറഞ്ഞ് ദ്വാരക്കാൻ വേണ്ടി അവിടെ ഇരിക്കാൻ പാടില്ല. അപ്പോൾ എന്താണ് തെളിവ് എന്നാണ് സമസ്ത ചോദിക്കുന്നത്. അതുപോലെ അയ്നുൽ ഖിബിലക്ക് നേരിടാതെ നിസ്കരിച്ചാൽ ഒരഭിപ്രായ പ്രകാരവും നിസ്കാരം സാധുവല്ല. അയ്നുൽ ഖിബില കായബത്തിങ്കലെത്തിയ അയ്നുൽ ഖിബിലേക്ക് തിരിയുക, അതിൻ്റെ തടിക്ക് തിരിയുക. ഇവിടെയൊക്കെ നമുക്ക് കഴിയൂലല്ലോ. അപ്പം ജിഹത്തിലേക്കാണ് നമ്മൾ തന്നെ, ഭാഗത്തേക്കാണ് നമ്മൾ തിരിയുന്നത്. അല്ല, അയനിലേക്ക് തന്നെ തിരിയണമെന്നാണ് നിങ്ങളെ വാദെങ്കിൽ തെളിവ് കൊണ്ടുവരണം എന്നാണ് സമസ്ത ഇവരോട് ആവശ്യപ്പെട്ടത്. നിസ്കാരത്തിന് നൃത്തത്തിൽ കൈ നെഞ്ചിന്മേൽ വെക്കലാണ് സുന്നത്ത്. വെക്കേണ്ടതാണെന്നും കൂടിയല്ല, സുന്നത്താണ്. സുന്നത്താണെങ്കിൽ റസൂലുള്ള കാണിച്ചു തരണ്ടേ? റസൂലുള്ളാഹി ഇത് കണ്ട സഹാബത്ത് ഇവിടെ കാണിച്ചു തരണ്ടേ?
അതേസമയത്ത് എന്ന് മുതലാ കൊല്ലിക്കട്ടൽ തുടങ്ങിയത് നിങ്ങളെ നിങ്ങളെ ബുക്കിൽ എഴുതി വെച്ചാൽ ഇത്രാം തീയതി മുതലാണ്. അപ്പോൾ ഉറപ്പല്ലേ, ഇത്രാം തീയതി മുതലാവുമ്പോൾ അതങ്ങനെ ഇസ്ലാമാകുക? ഇസ്ലാം ഇവിടെ പണ്ടേ നടന്നു പോരുന്ന കാര്യങ്ങളല്ലേ. അപ്പോൾ അതിനെന്താണ് തെളിവ് എന്നാണ് സമസ്ത ചോദിച്ചത്. ഇസ്തിഗാസ, തവസ്സുൽ എന്നിവ അനുവദനീയമാണെന്ന് പറയുന്നവർ കാഫിർ. അതിൽ കുറഞ്ഞ ഒരു മിനിമം പരിപാടി പോലുമില്ല. കാഫിർ, അനന്യ കാഫിർ. യാ മൊഹീദ്ദീൻ ഷെയ്ഖ്, അങ്ങ് കാക്കണം. അള്ളാഹുവെ, മൊഹീദ്ദീൻ ഷെയ്ഖിൻ്റെ ആ ഹക്ക് കൊണ്ട് നീ ഞങ്ങളെ സഹായിക്കണം. കാരണം അവർ വലിയ ഇരുമുള്ള ആളും മഹത്തുള്ള ആളുമാണ്. അതുകൊണ്ട് അവരെ സൃഷ്ടിച്ചത് നീയാണ്. അതുകൊണ്ട് ആ മഹാൻ്റെ വർക്കത്ത് കൊണ്ട് ഞങ്ങളെ നന്നാക്കണം. അല്ലെങ്കിൽ യാ ഷെയ്ഖ് മൊഹീദ്ദീൻ, നിങ്ങൾ നിന്നെ കാക്കണേ എന്ന് പറഞ്ഞു. എങ്ങനെയാണ് പറയുന്നത്? അള്ളാഹുവിൻ്റെ അനുമതി പ്രകാരം കാക്കും. അള്ളാഹു ശക്തി കൊടുത്തത് കൊണ്ട് കാക്കും. എന്താ പേര് കുഴപ്പം? പക്ഷെ അത് കാഫറാണെന്ന് അറിയുന്നത്. അതാണ് ഏറ്റവും രസം, അനന്യ കാഫർ. ഞാൻ പൊതുവേ നമ്മൾ ഗൾഫിലൊക്കെ പോയാൽ സുഹൃത്തുക്കളും ആയിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ പല തമാശയും പറയുള്ളൂ. അപ്പോൾ ഞാൻ 92 സൗദി പോയി ജിദ്ദയിൽ ഇങ്ങനെ വിശ്രമിക്കുന്ന ഒരു സമയത്ത് കുറേ ചങ്ങാതിമാരിങ്ങനെ ഒരുമിച്ച് കൂടിയിട്ട് പല തമാശ പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞു, നിങ്ങൾ മക്കത്തേക്ക് പോകുമ്പോൾ കണ്ടില്ലേ മുസ്ലിം ഗൈർ മുസ്ലിം, തെരീഖ് മുസ്ലിം, ഗൈർ മുസ്ലിം തെരീഖ് എന്ന് ബോർഡുണ്ടില്ലേ എന്ന് വെച്ചു. ഞാൻ കണ്ടിട്ടുണ്ട്. അതെന്താ? അത് മക്കയുടെ ഭാഗത്തേക്കുള്ള റോട്ടിലൂടെ മുസ്ലിങ്ങൾക്കേ പോകാൻ പറ്റുള്ളൂ. മറ്റേ റോഡിലുള്ള ഗൈർ മുസ്ലിം അതിലെല്ലാ മതക്കാർക്കും പോകാം. എന്താ തമാശയിലുണ്ട് നിങ്ങൾ? അവിടെ ചെക്ക് പോസ്റ്റ് ഉണ്ട്. ആ ചെക്ക് പോസ്റ്റിൽ എന്താകണം? ഡ്രൈവർമാർ ആ വണ്ടിയിലുള്ള എല്ലാ പാസ്പോർട്ടുമായിട്ട് എന്താക്കണം? ചെക്ക് പോസ്റ്റ് ചെയ്യും. എന്നിട്ട് പോലീസ് അതൊക്കെ ഇങ്ങനെ നോക്കിയിട്ട് എന്ത് ചെയ്യും? നിങ്ങൾ ബസ്സിൻ്റെ അടുത്തേക്ക് വരും. എന്നിട്ട് എല്ലാവരും ഇറക്കി നിർത്തും. ഇറക്കിയിട്ട് പാസ്പോർട്ട് ഇങ്ങനെ വായിച്ച് പേര് ചോദിച്ച് അത് വായിച്ചിട്ട് ഓരോ കൈ കൊടുക്കും. അപ്പം അങ്ങനെ കൊടുക്കുന്ന കൂട്ടത്തിൽ പിന്നെ മുസ്ലിങ്ങൾ ധാരാളം ജോലിക്ക് പോകുന്നുണ്ടല്ലോ. അങ്ങോട്ട് പോകണമെങ്കിൽ ഇപ്പം ഈ മക്കത്തേക്കല്ലാതെ മറ്റ് റിയാദക്കൊക്കെ പോലെ ഈ റോട്ട് കൂടെ തന്നെയാണല്ലോ. പക്ഷെ അവിടുന്ന് 2 വഴി ഉണ്ടെന്നുള്ളൂ. അപ്പം എല്ലാവരും ആ ചെക്ക് പോസ്റ്റ് വരെ എല്ലാവരും ആ വഴിക്ക് തന്നെയാണ് പോകാം. അപ്പോൾ 3 പാസ്പോർട്ടാണ്, ഏതൊരു ടാക്സി വണ്ടിയാണ്. തമാശയായിട്ട് ഒരാൾ പറഞ്ഞാൽ വിശ്വസിക്കണ്ട. അപ്പോൾ ഇതിന് 3 പാസ്പോർട്ടായിട്ട് കാറിൻ്റെ അടുത്തേക്ക് വന്നിട്ട് രാമൻ കൂത്തി നോക്കി, മുസ്ലിമാണോ ഗൈർ മുസ്ലിമാണോ? രാമൻകുട്ടി പറഞ്ഞു ഞാൻ ഗൈർ മുസ്ലിമാണ്, മുസ്ലിമല്ല. കുഴപ്പമില്ല, അവിടെ ഇറങ്ങിയാൽ മതി. ഇറങ്ങിയിട്ട് ആ റോട്ടിൽ പോയാൽ മതി, അത്രേ ഉള്ളൂ. പിന്നെ രണ്ടാമത്തെ പാസ്പോർട്ട് എടുത്തുകൊണ്ട് നാരായണൻ കൂത്തിന്, ആദ്യം രാമൻ കൂത്തിന്. അയാൾ മുസ്ലിമാണോ ഗൈർ മുസ്ലിമാണോ? ഞാൻ ഗൈർ മുസ്ലിമാണെന്ന് പറഞ്ഞപ്പോൾ ഈ റോട്ടിൽ കാണാൻ പോയിക്കോ, ദൂരം പോകണ്ട. രണ്ടാമത്തെ നാരായണൻ കൂത്തി മുസ്ലിമാണോ ഗൈർ മുസ്ലിമാണോ? നാരായണൻ കൂത്തി പറഞ്ഞു ഞാൻ മുസ്ലിം അല്ല. കുഴപ്പമില്ല, മോഹത്തിന് പോയിക്കോളൂ. മൂന്നാമത്തെ പാസ്പോർട്ട് രായും കൂത്തി എന്ന് കേട്ടപ്പോൾ തന്നെ രായൻകുട്ടിയാക്കം എന്താ പറഞ്ഞു ഞാൻ മുസ്ലിമാണ്. അപ്പോൾ പോലീസുകാർ ലാല കുല്ലു കുത്തിൻ കാഫർ. അറബികളെ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം രാമൻ കൂത്തി കാഫറാണെങ്കിൽ നാരായണൻ കൂത്തിയും കാഫറാണെങ്കിൽ രായും കൂത്തി മാത്രം എങ്ങനെയാണ് മുസ്ലിമാകുക എന്ന് പറഞ്ഞ് നമ്മൾ തമാശ പറയുന്ന മാതിരി ഈ വഹാബികളെ സംബന്ധിച്ചത് മിനിമം കാഫറാണ് എല്ലാവരും. തവസ്സുൽ ചെയ്താൽ കാഫിർ, ഇസ്തിഗാസ ചെയ്താൽ കാഫിർ, അന്ന് അവരെ വാദ തന്നെയാണ്. എന്താണ് അതിന് തെളിവ് എന്നാണ് സമസ്ത കേരള ജനമ ഇവരോട് ചോദിക്കുന്നത്. അതുപോലെ ഇബ്നു തൈമിയ്യ, ഇബ്നു ഖയ്യിം, ഇബ്നു അബ്ദുൽ വഹാബ് ഒക്കെ 1ാം നമ്പർ വിശ്വാസികളാണ്, യഥാർത്ഥ സുന്നികളാണെന്ന് അവരെ വാദം. അതിനെന്താണ് തെളിവ്? അവർ ഈ തഖ്ലീദിനെയും ഇതൊക്കെ അവർ എതിർക്കുന്നുണ്ടല്ലോ, തവസ്സുലിനെ എതിർക്കുന്നുണ്ടല്ലോ, ഇസ്തിഗാസയെ എതിർക്കുന്നുണ്ടല്ലോ. അത് മാത്രമല്ല, ഇതിൽ പല സാധനങ്ങളും അവർ പിന്നെ വേർതിരിച്ചുകൊണ്ട് തന്നെ ഇന്നതാണ് ശരി, ഇന്ന തെറ്റാണെന്നൊക്കെ പറയാനെന്ന ആലിമ്യങ്ങളുണ്ടല്ലോ. അപ്പം അതുകൊണ്ട് നിങ്ങൾ ഈ പറയുന്നതിന് എന്താണ് തെളിവ് എന്ന് പറയണം. ഇബ്നു തൈമിയ്യ ആയാലും ഇബ്നു ഖയ്യിം ആയാലും മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് ആയാലും അവരൊക്കെ വഹാബി വിശ്വാസക്കാരാണ്. മദ്ഹബിനെന്നൊക്കെ അവർ പറയും, പക്ഷെ വിശ്വാസങ്ങളും ആചാരങ്ങളൊക്കെ മദ്ഹബിന് എതിരാണ്. അതുകൊണ്ട് ഇവരെങ്ങനെയാണ് നിങ്ങൾ ഈ വെള്ളം പൂശുന്നത്? അതിന് തെളിവ് തരുമെന്നാണ് സമസ്ത ആവശ്യപ്പെട്ടത്. അതുപോലെ ഒന്നിച്ച് 3 തലാഖ്, അത് 16ാമത്തെ വിഷയം കേട്ടോ. ഒന്നിച്ച് 3 തലാഖും ചൊല്ലിയാൽ ഒന്നേ ആവുള്ളൂ. എന്ത് ചെയ്യാനാണ് ഈ പാവലെ? അവർ നമ്മൾ ഒരു വയറുകളൊക്കെ ലേലം വിളിക്കണ കാലഘട്ടം ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു കോയിമുട്ട ലേലം വിളിക്കുകയാണെങ്കിൽ 5 റുപ്യ. അപ്പോൾ ഒരാൾ 5 റുപ്യ ആരോടൊന്നും മുണ്ടിയില്ല. അപ്പോൾ ഒരു വട്ടം. വേറെ ആൾ 6 റുപ്യ ഞാൻ വിളിക്കുന്നുണ്ടോ? 2 വട്ടം. വേറെ ഒരാൾ 10 റുപ്യ. 10 റുപ്യ ഞാനെങ്കിലും വിളിക്കുന്നുണ്ടോ? ഇല്ല. എന്നാൽ 10 റുപ്യ 3 വട്ടം. ഇവർ പറയുന്നത് അതുകൊണ്ടാണ് ഈ മുജാഹിദിൻ്റെ ഒരു പരിപാടിക്കും ലേലം വിളി ഉണ്ടാവില്ല. കാരണം തല്ലോട് തല്ലേക്കാലം
3 വട്ടം എന്ന് പറഞ്ഞാൽ ഒരു വട്ടമല്ലേ ഇവർക്ക് ആവുള്ളൂ. അത് ബുദ്ധിയുള്ള മനുഷ്യന്മാർ അംഗീകരിക്കൂലല്ലോ. ഇതുപോലെ വല്ല കാരണവശാലും ഒരു ഭർത്താവ് തൻ്റെ ഭാര്യയെ 3 തലാക്കും ഒന്നിച്ച് ചെല്ലിയാൽ ഒന്നേ പോവുള്ളൂ. കാരണം പറഞ്ഞത് 3ആണ്. 3 എന്ന് പറഞ്ഞാൽ 1ആണ് മയനാണ്. ഇങ്ങനത്തെ ഒരു സ്ഥിരതയില്ലാത്ത ഒരു തൻ്റെയില്ലാത്തൊരു വിഭാഗമാണ് ഇവർ. നിങ്ങൾ ഈ പറയുന്നതിന് ചങ്ങായിമാരെ വെളിവുണ്ടെങ്കിൽ തെളിവ് കൊണ്ടുവരിക സമസ്ത പറഞ്ഞ്, അതുകൊണ്ടാണ് അവർ ഒഴിഞ്ഞു മാറിയത്. ഏതായാലും അത് അങ്ങനെയാണ് ക്ലോസ് ചെയ്തു. അവരൊന്നും കൂടി വന്നുമില്ല, വാദപ്രതിവാദം ഉണ്ടാവില്ല. വാദപ്രതിവാദം ഉണ്ടാവില്ല എന്ന് കണ്ടപ്പോൾ സമസ്ത വ്യക്തമായി കുറിച്ചു കൊടുത്തു, നിങ്ങൾ ഇന്ന വിശ്വാസക്കാരാണ്, അതുകൊണ്ട് നിങ്ങൾ സുന്നികളെ വിശ്വാസം അതിനെതിരാണ്, അതുകൊണ്ട് നിങ്ങളുമായുള്ള ബന്ധവിച്ഛേദനം തുടരുന്ന സമസ്ത പറഞ്ഞ് 17ാം വാർഷികത്തിൽ അങ്ങനെ തന്നെയാണ്. ഇനി സമസ്ത കേരള ജമിയത്തുൽ ഉലമ 1926 മുതൽ 46 വരെ ഒരുപാട് സമ്മേളനം നടത്തിയല്ലോ. അതിൻ്റെ മൊത്തം ചെലവ് ഈ 17ാം വാർഷിക സമ്മേളനം വായക്കാട് മുഹമ്മദ് മൗലവിയാണല്ലോ പ്രസിദ്ധീകരിച്ചത്. അതിൽ മൂപ്പര് 926 മുതൽ 46 വരെയുള്ള സമസ്തയുടെ വരവ് ചെലവ് കണക്ക് അവതരിപ്പിച്ചിട്ടുണ്ട്. അതെങ്ങനെ നോക്കാം നമ്മൾ. 1926 മുതൽ 25-ന് അലുവക്ക് കമ്മിറ്റി ഉണ്ടാക്കിയത് മുതൽ 946 വരെയുള്ള വരവ് ചെലവ് കണക്ക്. ആകെ വരവ് 5528 ഉറുപ്പിക 14 അണ 7 പൈസ. ആകെ ചെലവ് 5877 ഉറുപ്പിക 8 അണ 9 പൈസ. അപ്പം 348 ഉറുപ്പ്യൻ്റെ കമ്മിയുണ്ട്. ആ കമ്മി ഇവരെന്താ ചെയ്തത്? സമ്മേളനം കഴിഞ്ഞ് പോവല്ലേ. അപ്പോൾ ആ കമ്മി ഈ നേതാക്കന്മാരിൽ തന്നെ ആരൊക്കെയും തിരിമറി ചെയ്ത് കണ്ട് അത് വരവായിട്ട് എഴുതുക ചെയ്യുക. അതുകൊണ്ടാണ് ഈ റിപ്പോർട്ടിൽ കാണുന്നത് കടമായി വരവ് 348 ഉറുപ്പിക 10 അണ 2 പൈസ. ഇത് നമ്മളും ശീലിക്കേണ്ട സംഗതിയാണ്. നമ്മളിപ്പോൾ നമ്മളൊരു പരിപാടി നടത്തിയാൽ എത്ര സമയം കടായി, ആ കട നമ്മൾ മൈക്ക് സെറ്റുകാർ കൊടുക്കാനുള്ളതായിരിക്കും, അല്ലെങ്കിൽ അവിടെ തന്നെ പലതും കൊടുക്കാനുള്ളതായിരിക്കും. അത് നമ്മൾ തന്നെ ഷെയർ ചെയ്തുകൊണ്ട് വീട്ടണം. എന്നിട്ട് അത് കണക്ക് എഴുതുമ്പോൾ കടമായി വരവ് എഴുതണം. കട നമ്മൾ വേറെ വീട്ടുമ്പോൾ അത് വരവിൽ എഴുതണം. അപ്പോൾ കടം നമ്മൾ എഴുതി വെക്കണം. അങ്ങനെയാണ് സമസ്ത കേരള ജമിയത്തുൽ കാണിച്ചു എന്ന്. ഏതായാലും യഥാർത്ഥത്തിൽ 925 മുതൽ 46 വരെ പ്രവർത്തിച്ചപ്പോൾ 348 ഉറുപ്പിക 10 അണ 2 പൈസ കടാണ് സമസ്തക്ക്. ഇനി മീൻചന്തയിൽ നടന്ന 947 മാർച്ച് 15, 16, 17 3 ദിവസത്തെ സമ്മേളനത്തിലെ വരവ് ചെലവ് കണക്ക്. ആകെ വരവ് 2766 ഉറുപ്പിക 3 പൈസ. ആകെ ചെലവ് 4403 ഉറുപ്പിക 10 അണ 2 പൈസ. അപ്പോൾ എത്രയായി? അവിടെ കടം 1637 ഉറുപ്പിക 10 അണ 3 പൈസ കടാണ്. ഈ കട എന്ത് ചെയ്തു? സെക്രട്ടറിയിൽ നിന്ന് അവർ വരവെച്ചു. സെക്രട്ടറി കടം കൊടുത്തു. ബാക്കി പിന്നെ എന്ത് ചെയ്തു? അത് പിന്നെ അവർ പൈസ ഉണ്ടാവും, തിരിച്ചു കൊടുക്കും. അത് പിറ്റത്തെ കണക്കിലുണ്ടാവും. ഇങ്ങനെയാണ് സമസ്ത കേരള ഉലമയുടെ തീർത്തും അതിൻ്റെ വരവ് ചെലവ് കണക്ക് വരെ എഴുതി റെക്കോർഡാക്കി പൊതുജനങ്ങളെ അറിയിക്കുന്ന സ്വഭാവമാണ് ഉണ്ടായിരുന്നത്. ആ വഴിയിൽ മുന്നോട്ട് പോകാൻ നമുക്ക് അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അൽഹംദുലില്ലാഹ്. നമ്മൾ ഹാജിമാരിപ്പോൾ ഇതാ അറഫയിൽ നിന്ന് ഇന്ന് അവിടെ ദുൽഹിജ്ജ 9 രാവിലെ സുബൈ മുതൽ മിനയിൽ നിന്ന് ഹാജിമാർ അറഫയിലേക്ക് പുറപ്പെട്ടു. 100 അവിടെ എത്തി. ഇതുവരെയും ഇബാദത്ത് ചെയ്ത് ഇപ്പോൾ അവിടുന്ന് മഗ്‌രിബ് നിസ്കരിച്ച് ജമ്മു കാസർഗോഡിന് അനുവദിക്കപ്പെട്ട ആൾക്കാർ രണ്ടും കൂടെ നിസ്കരിച്ച് ഇപ്പോൾ അതാ മുസ്ദലിഫയിലേക്ക് ഒഴുകുകയാണ്. ഇനി സുബൈ വരെ മുസ്ദലിഫയിൽ ഉണ്ടാവും. അവിടുന്ന് എറിയാനുള്ള കല്ലുമായിട്ട് അവർ രാവിലെ പുറപ്പെടും. ജന്നത്തിൽ ഇപ്പോൾ തന്നെ ആരോഗ്യമുള്ള ആളുകൾ എന്താക്കും? നാളെ പെരുന്നാളിൻ്റെ അവിടെ പെരുന്നാളാണല്ലോ നാളെ. അപ്പോൾ നാളെ അവർ എന്ത് ചെയ്യും? സുബൈൻ്റെ ശേഷം ജംറത്തുൽ അഖബയെ എറിയും. പിന്നെ അവർ മക്കയിൽ പോയി കഅബത്തിനടുത്ത് പോയി തവാഫ് ചെയ്യും. ചില ആൾക്കാർ നേരത്തെ സഅയ് ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ട് ഇനി അവർ സഅയ് ചെയ്യേണ്ട. സഅയ് ചെയ്യാത്ത ആൾക്കാർ സഅയ് ചെയ്യും. സഅയ് മുമ്പ് ചെയ്ത ആൾക്കാർ സഅയ് ചെയ്യൂല. അതുകൊണ്ട് തവാഫ് ചെയ്ത് അവർ മുടിയെടുത്ത് പിന്നെ വൈകുന്നേരത്തോടു കൂടെ അവർ മിനയിൽ ആപ്പാർക്കാൻ വരിക. എന്നാൽ ഇപ്പം ഹജ്ജിൻ്റെ ഒരു ചുരുക്കം. അതുകൊണ്ട് തന്നെ ആ മഹാന്മാരൊക്കെ ഇപ്പോൾ എവിടെയാണ്? അറഫീന്ന് ഇങ്ങനെ നോക്കൂ. ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക് ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക്ക് ലാ ശരീക ലക്. തൗഹീദിൻ്റെ അമരധ്വനിയുമായി അവരിപ്പോൾ ഇങ്ങനെ അറഫയിൽ ഇങ്ങനെ വിങ്ങി പൊട്ടി അവരിങ്ങനെ മുസ്ദലിഫയിലേക്ക് പോകാനുള്ള ഒരുക്കത്തിൻ്റെ സമയമായിരിക്കും ഇപ്പോൾ. അങ്ങനെ അവിടെ ഇന്ന് അവർ മശ്അറുൽ ഹറാം എന്ന് ഖുർആൻ വിളിച്ച മലയുടെ ചുറ്റും ആ പള്ളിയുടെ പരിസരത്തും പള്ളിയുടെ ഉള്ളിലും
എല്ലാം അവരിന്ന് വിശ്രമിക്കും. എന്നിട്ട് അവർ സുബഹിക്ക് കല്ലുമായി പോണ ഒരു പോക്കുണ്ട്. എവിടേക്ക്? ജംറത്തിനെ അഖബയെ എറിയാൻ. എല്ലാവരും ഹജ്ജും അല്ലാഹു മഖബൂലാക്കട്ടെ, മബ്റൂറാക്കട്ടെ, മർളിയാക്കട്ടെ. നിങ്ങളൊക്കെ ഇപ്പോൾ അൽഹംദുലില്ലാഹ് എല്ലാവരും ദുആ ചെയ്യണം. ഈ വർഷം ഹജ്ജിന് പോകാൻ സാധിക്കാത്ത എത്രയോ മനുഷ്യന്മാരുണ്ട്. അവർക്ക് അടുത്ത വർഷം ചെയ്യാനും ഇക്കൊല്ലം ചെയ്യാൻ ഒരുങ്ങുക പോലും ചെയ്യാത്ത ആൾക്കാർക്ക് ഉടനെ ഹജ്ജും ഉംറയും സിയാറത്തും ചെയ്യാനും അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ പ്രസംഗം നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.